കൊല്ലത്ത് കോളേജ് വിദ്യാർത്ഥിയെ വീട്ടിൽ കയറി കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയ സംഭവത്തിൽ നിർണായക വിവരങ്ങൾ പുറത്തുവന്നു. ഉളിയക്കോവിൽ വിളപ്പുറം മാതൃകാ നഗർ 162 ഫ്ലോറിഡെയിലിൽ ഫെബിൻ ജോർജ് ഗോമസ് ആണ് കൊല്ലപ്പെട്ടത്. നീണ്ടകര പുത്തൻതുറ തെക്കേടത്ത് വീട്ടിൽ തേജസ് രാജുവാണ് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത്. തേജസുമായുള്ള ബന്ധത്തിൽ നിന്ന് ഫെബിന്റെ സഹോദരി പിന്മാറിയതാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസ് നിഗമനം. ഫെബിന്റെയും തേജസിന്റെയും കുടുംബങ്ങൾ തമ്മിൽ വർഷങ്ങൾ നീണ്ട അടുപ്പമുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ഫെബിന്റെ സഹോദരിയും തേജസ് രാജും പ്രണയത്തിലായിരുന്നു. ഇരുവരും എഞ്ചിനീയറിംഗ് കോളേജിൽ സഹപാഠികളായിരുന്നു. ബാങ്ക് പരീക്ഷാ പരിശീലനത്തിനും ഇരുവരും ഒന്നിച്ചുണ്ടായിരുന്നു. ഇരുവരും പരീക്ഷ എഴുതിയെങ്കിലും യുവതിക്ക് മാത്രമാണ് ജോലി ലഭിച്ചത്. തേജസ് സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷ ജയിച്ചെങ്കിലും കായികക്ഷമതാ പരീക്ഷയിൽ പരാജയപ്പെട്ടിരുന്നു. വിവാഹത്തിന് രണ്ടുപേരുടെയും കുടുംബങ്ങൾ സമ്മതിച്ചിരുന്നു എന്നാണ് വിവരം. എന്നാൽ പിന്നീട് യുവതി ബന്ധത്തിൽ നിന്നും പിന്മാറി. ബന്ധം തുടരണമെന്നാവശ്യപ്പെട്ട് യുവതിയെ തേജസ് ശല്യം ചെയ്തതായി വീട്ടുകാർ പറയുന്നുണ്ട്. ബന്ധം തുടരണമെന്നാവശ്യപ്പെട്ട് യുവതിയെ തേജസ് ശല്യം ചെയ്തതായി വിവരം ലഭിക്കുന്നുണ്ട്. വീട്ടുകാർ ഇത് വിലക്കിയിരുന്നു. ഇതിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് അറിയാൻ കഴിയുന്നത്. യുവതിയെ കൊലപ്പെടുത്താൻ തേജസ് ലക്ഷ്യമിട്ടിരുന്നോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. തേജസ് പെട്രോൾ കൈവശം വെച്ചത് ഫെബിന്റെ സഹോദരിയെ കൊലപ്പെടുത്താനായിരുന്നു എന്നാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത്. എന്നാൽ യുവതി വീട്ടിലുണ്ടായിരുന്നില്ല. മറ്റൊരു പെട്രോൾ ടിൻ ഫെബിന്റെ കാറിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. തേജസ് എത്തിയ സമയം വീട്ടുകാർ പേരയ്ക്ക കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവരുടെ കൈവശമുണ്ടായിരുന്ന കത്തിയാണ് തേജസ് ഫെബിനെ കുത്താൻ ഉപയോഗിച്ചതെന്നും വിവരം ലഭിക്കുന്നു. ഫെബിനെ കൊലപ്പെടുത്തിയതിനു ശേഷം കാറിൽ രക്ഷപ്പെട്ട തേജസ് കടപ്പാക്കടയ്ക്കടുത്ത് ചെമ്മാമുക്ക് ആറോബിക്ക് താഴെ എത്തി രാത്രി 7:30 ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. കൈഞ്ഞരമ്പ് മുറിച്ചതിന് ശേഷമായിരുന്നു ഇയാൾ ട്രെയിനിന് മുന്നിൽ. അപ്പോഴത്തേക്ക് പയ്യനെ കൊണ്ടുപോയി. പിന്നെ മാന്റെ അടുത്ത് ചോദിച്ചപ്പോ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഒരു വാഗനർ വണ്ടിക്കകത്ത് ഒരുത്തം വന്ന് കുത്തിയിട്ട് പോവുകയാണ് ചെയ്തത്. മകന്റെ സുഹൃത്ത് ഇപ്പുറത്താണ്. എന്റെ ഇളയ മകന്റെ അവര് തങ്ങളി പരിചയവും അടുപ്പമുണ്ട്. കാര്യം ഇളയ മകനെ എന്റെ തലേന്ന് വീട്ടിൽ കൊണ്ടാക്കുന്നത് പിന്നെ ഈ പയ്യനാ, മരിച്ച പയ്യനാ. അപ്പൊ അങ്ങനൊരു അപ്പം മോനിത് പടം കാണിച്ചപ്പോഴാച്ചായത് എനിക്ക് അറിയാവുന്ന എന്നെ ഈ ഇന്നലെ എന്റെ സുഹൃത്തും കൂടാണ് എന്നെ ഇവിടെ കൊണ്ടാക്കുകയും ചെയ്യുന്നു പറഞ്ഞു. പിന്നെ അവരുടെ 2-3 കൂട്ടുകാരുടെ അടുത്തൊക്കെ ചോദിച്ചപ്പോഴാണ് സംഭവം ഈ കുത്ത് നടക്കാനുള്ള കാരണം ഇതാണ് എന്ന് മനസ്സിലാകും. പയ്യന്റെ പെങ്ങള് ഈ മറ്റേ കുത്തിയ പയ്യനുമായിട്ട് നേരത്തെ അടുപ്പവും ബന്ധവും ഉണ്ടായിരുന്നു. അവര് കല്യാണം വരെ ആലോചിച്ചതാണ്. അപ്പൊ പിന്നെ അതിനുശേഷം ഈ കല്യാണമെല്ലാം നിർത്തുകയും അതിനുശേഷം അത് വല്ലാത്തൊരവസ്ഥയിലേക്ക് പോവുകയും രണ്ടുപേരും പിണങ്ങി മാറുന്ന ഒരു അവസ്ഥയിലേക്കായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ആ വിരോധം വെച്ചുകൊണ്ടാണ് ഈ പെൺകുട്ടിക്ക് വേറെയും ആലോചന വന്നെന്നോ അത് പിന്നെ വേറൊരു കല്യാണം ആലോചന അത് നിശ്ചയിച്ചെന്നോ ഒക്കെയാണ് പിന്നെ അറിയാൻ കഴിഞ്ഞത്. എന്താണെന്നുള്ളത് സത്യസന്ധമായി എനിക്കറിയില്ല. എന്തായാലും ഇത്രയും കാര്യങ്ങൾ എനിക്കറിയാൻ കഴിയുന്നത്. അപ്പൊ അതിനുശേഷം പിന്നെ നമ്മള് അല്ല, അയാള് പിന്നെ തേജസ് എന്ന് പറഞ്ഞ അയാൾക്ക് പിന്നെ പോലീസ് ടെസ്റ്റ് എങ്ങാണ്ട് എഴുതി അത് ഫിസിക്കൽ പോയി. അപ്പൊ അതാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ അല്ലാതെ വേറെ ഇപ്പം ഞാനിവിടെ വന്ന് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് അവന് പിന്നെ ഈ പയ്യനെ കൊണ്ടുചെന്ന് അവനെ അവിടെ ഹോസ്പിറ്റലിൽ ചെല്ലുന്നതിന് മുമ്പ് മരണപ്പെട്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം പിന്നെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞാണ് അറിയാൻ കഴിഞ്ഞത് ഈ ഒരു വാഗനർ വണ്ടി നേരെ ചെമ്മാമുക്ക് റെയിൽവേ കട്ടിങ്ങിന്റെ താഴെ വാഗനർ വണ്ടി അവിടെ ഒതുക്കിയിട്ട് ട്രെയിനടി വിട്ട് ഒരു യുവാവ് മരിച്ചു. ആ വണ്ടിയുടെ ബോണറ്റിനകത്ത് മുഴുവൻ ബ്ലഡും ഒക്കെ ആയിരുന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ യഥാർത്ഥത്തിൽ അത് കറക്റ്റ് ആയിരുന്നു എന്നുള്ളതാണ്. ഇതാണ് പയ്യന് അച്ഛനും കുത്തേറ്റായിരുന്നു. അതിപ്പം വലിയ കുഴപ്പമില്ലാത്ത രീതിയിലേക്കാണ് എന്ന് പറഞ്ഞത്. അത് കാര്യം ക്രിട്ടിക്കൽ സ്റ്റേജ് ഒന്നുമില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതാണ്.